So the previous class we discussed about the TKM, then the objectives of TKM, then 10 mantras of TKM, then the link between ISO and TKM. So these all things are we already studied in the previous class. So in today's class we will discuss about our second unit of the second module. That means different department inside of organizations. So we start from the purchase department. So we start from the definition of the store purchase, then we will detailedly go to the different type of buying techniques, then the objectives, etc. So we can start from our definition of the store purchase. So we start from the definition. So definition of the store purchase. സൗണ്ട് ഓക്കെ അല്ലേ? എല്ലാവരും കേൾക്കുന്നില്ല സൗണ്ട്? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുക. സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ Okay, sir. okay. So we can start from the definition of the purchase. So the purchase is the procurement of the proper material, machinery, equipment and supplies of stores used in the manufacture of product adapted to market in the proper quantity and quality at the proper time and at the lowest price consistent with the quality desired. So this is the definition of the store purchase. So we start from the procurement. So we procurement ഏറ്റെടുക്കുക, procurement of the proper materials. So purchase എന്നാൽ നമുക്കറിയാം. So in every organization നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കാം. പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മറ്റ് മെറ്റീരിയൽസ്, കൺസ്യൂമബിൾസ് എല്ലാം നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് മേടിക്കേണ്ടി വരും. അപ്പൊ ഈ ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കൺസ്യൂമബിൾസ് ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനൊക്കെ പറ്റിയിട്ട് പറയുന്ന ഒരു സെഷനാണ് സ്റ്റോർ പർച്ചേസിൽ പറയുന്നത്. അപ്പോൾ പർച്ചേസ് ആണ് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വേണ്ട മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽ ആയാലും മറ്റേത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ മെറ്റീരിയൽസ് പ്രൊക്യൂർമെന്റ് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ മെറ്റീരിയൽസ് മേടിക്കാം, ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്തിട്ട് മേടിക്കാം, പ്രോപ്പർ ക്വാണ്ടിറ്റി പ്രോപ്പർ ക്വാളിറ്റി കറക്റ്റ് ടൈമിൽ എല്ലാം എങ്ങനെ പർച്ചേസ് ചെയ്യണം ഇതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കുന്നതാണ് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനിൽ, അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഡെഫിനേഷനിൽ പറയുകയാണെങ്കിൽ എന്താ, ദ പ്രൊക്യൂർമെന്റ് ഓഫ് ദി പ്രോപ്പർ മെറ്റീരിയൽ. അപ്പൊ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഒരു ഏതെങ്കിലും പർട്ടിക്കുലർ ഓർഗനൈസേഷനിലാണ്. അപ്പൊ അവിടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അസംബ്ലി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, പിന്നെ എന്താണ് മറ്റുള്ള പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കാര്യം നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൺസ്യൂമബിൾസ് വേണ്ടി വരും. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അസംബ്ലി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസ് അവിടേക്ക് കൊടുക്കേണ്ടി വരും. മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് അവിടെ പേപ്പർ, പെൻ അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് എല്ലാ സാധനങ്ങൾ മേടിക്കുന്നത് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മേടിച്ച് അതിന് ശേഷം ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് അവരുടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആദ്യം മെറ്റീരിയൽസ് മേടിക്കേണ്ടത്. അവിടെ നിന്ന് അവർക്ക് തരുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തരുന്ന ഇൻഡിവിജ്വൽ അനുസരിച്ചിട്ട് അവർക്ക് മെറ്റീരിയൽസ് കറക്റ്റ് ക്വാളിറ്റി കറക്റ്റ് ക്വാണ്ടിറ്റിയിലേക്ക് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഡെഫിനേഷനിൽ പറയുകയാണെങ്കിൽ പ്രൊക്യൂർമെന്റ് ഓഫ് ദി പ്രോപ്പർ മെറ്റീരിയൽ, മെഷീനറി, മെറ്റീരിയൽസ് ആയിരിക്കാം, മെഷീനറീസ് ആയിരിക്കാം, ആൻഡ് സപ്ലൈസ് ഓഫ് സ്റ്റോർസ് then used in the manufacture of product. അല്ലെങ്കിൽ മാനുഫാക്ചർ പ്രൊഡക്റ്റ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന കമ്പനി മെറ്റീരിയൽസ്, മെഷീനറീസ്. ഇപ്പൊ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സും നമ്മൾ പ്രൊക്യൂർ ചെയ്യുക. ഇതിന് അഡാപ്റ്റഡ് ടു മാർക്കറ്റിംഗ് ഇൻ ദ പ്രോപ്പർ ക്വാണ്ടിറ്റി. ഇപ്പൊ മാർക്കറ്റിംഗ് നമുക്കൊന്ന് മാർക്കറ്റ് ചെയ്യണ രീതിയിലാണെങ്കിൽ അതിന് വേണ്ട
മെറ്റീരിയൽസ് പ്രോപ്പർ ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി അറ്റ് ദ പ്രോപ്പർ ടൈം and at the lowest price. നമുക്ക് നോക്കാം, നമുക്ക് എപ്പോഴും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ലോവസ്റ്റ് പ്രൈസിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ മേടിക്കുക. ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നമുക്ക് വില നമുക്ക് എന്താ ലോവസ്റ്റ് കോസ്റ്റിൽ നമുക്ക് കിട്ടണം. അതാണ് സ്റ്റോർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൊക്യൂർമെന്റ് ഓഫ് ദി പ്രോപ്പർ മെറ്റീരിയൽ, മെഷീനറി, എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ് ഓഫ് സ്റ്റോർസ് used in the manufacture of the product. The first part, adapted to marketing in the proper quantity and quality at the proper time at the lowest price consistent with the quality desired. So this is one of the definition of the store purchase or purchase. എന്താണ് പർച്ചേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെക്നിക്കൽ ഒരു മാനേജ്മെന്റ് ഇതിലേക്ക് പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ മേടിക്കുക. നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതിനുപരിയായി നമ്മളൊരു കമ്പനി ഓർഗനൈസേഷനെ വെച്ചിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ വേണ്ട കാര്യം, പ്രൊക്യൂർമെന്റ് ഓഫ് ദി പ്രോപ്പർ മെറ്റീരിയൽ, മെഷീനറി, എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ് ഓഫ് സ്റ്റോർസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് എ പ്രൊഡക്റ്റ്. Then adapted to marketing in the proper quantity and quality. So you have to ensure the proper quantity and quality at the proper time. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മെറ്റീരിയൽസ് നമുക്ക് സപ്ലൈ ചെയ്യാം മേടിച്ചു വെച്ചിട്ട്. ഒരു മെറ്റീരിയൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സ്കാർസിറ്റി ആവശ്യമുണ്ട്, നമ്മളതൊരു ആഴ്ച കഴിഞ്ഞിട്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾഡ് ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കില്ല. സോ പ്രോപ്പർ ടൈമിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് ദ ലോവസ്റ്റ് പ്രൈസ്. സോ ദിസ് ഡെഫിനിഷൻ ഓഫ് ദി പർച്ചേസ്. ദെൻ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. സോ യു ഹാവ് ടു സേഫ് ഗാർഡ് ദ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് സർവീസ് ആൻഡ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ ആൻഡ് കമ്പനി റെപ്യൂട്ടേഷൻ. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. സോ യു ഹാവ് ടു സേഫ് ഗാർഡ് ദ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് സർവീസ്. അപ്പൊ നമ്മൾക്ക് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ക്വാളിറ്റി നമുക്ക് എപ്പോഴും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. യു ഹാവ് ടു ഫസ്റ്റ് സേഫ് ഗാർഡ് ദ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വേണം നമുക്ക് റോ മെറ്റീരിയൽ ആയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഉപയോഗിക്കാൻ. ദെൻ കണ്ടിന്യൂറ്റി ഓഫ് സർവീസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് തരുന്നു, പക്ഷെ സർവീസ് ഇല്ലെങ്കിൽ എന്താ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വിത്ത് കണ്ടിന്യൂറ്റി ഓഫ് സർവീസ്. ദെൻ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് പൊസിഷൻ ആൻഡ് കമ്പനി റെപ്യൂട്ടേഷൻ. ഇതെല്ലാം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ കമ്പനിയിലേക്ക് പർച്ചേസ് ചെയ്യാൻ. Then watch an activity of new laws and business regulations. So always keen to see the different laws. നമുക്ക് പുതിയ ബിസിനസ് റെഗുലേഷൻസ് ലോസ് ഒക്കെ വരുമ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം അവരുടെ പർച്ചേസിന്റെ പ്രൊസീജിയറും അതിലുള്ള ഫേസസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം. Then ensure the company against their violation. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ അത് മാറ്റാൻ എൻഷുർ ദ വൈലേഷൻ ഉണ്ടാകുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൂടുതലും കാര്യങ്ങൾ മുൻകൂട്ടി ഇറങ്ങേണ്ടത്. Then buying material of right quality, right quantity at the right time at the right place from right store. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല ഇപ്പൊ നമുക്ക് വേണ്ട റൈറ്റ് ക്വാണ്ടിറ്റി. ഇപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ കുറഞ്ഞ പ്രൈസിൽ കിട്ടുകയാണ്, അങ്ങനെയാണെങ്കിൽ കുറെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് എന്താണ് അത് ഇൻവെന്ററി ആയിട്ട് കിടന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം, നമുക്ക് മെറ്റീരിയൽ വില കുറവാണ് അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും നമുക്ക് എന്താണ് നമുക്ക് പ്രോപ്പർ ക്വാണ്ടിറ്റി മാത്രം മേടിച്ചു വെച്ചാൽ മതി. അധികമായിട്ട് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ കോസ്റ്റ് നമുക്ക് അതിന് ചിലവാക്കേണ്ടി വരും. അത് സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ അത് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് ഇപ്പൊ റെസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കത് അത്രയും മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ കോസ്റ്റ് അവിടെ ചെലവഴിക്കേണ്ടി വരും. സോ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ക്വാളിറ്റി അറ്റ് റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റി ആൻഡ് റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് റൈറ്റ് ടൈം. So you have to provide the material for different department at the right time, the required time, so that we can avoid the interruption in the scheduling. അപ്പോൾ നമുക്ക് ഷെഡ്യൂളിംഗിൽ ഉണ്ടാകുന്ന ഇന്ററപ്ഷൻ നമുക്ക് പരമാവധി ഒഴിവാക്കണം. അതിന് നമുക്ക് റൈറ്റ് ടൈമിൽ വേണം മെറ്റീരിയൽസ് അവിടേക്ക് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ നമ്മൾ ഓർഡർ ചെയ്തു, സാധനം വന്നില്ല, അപ്പോൾ നമുക്ക് എന്താണ് ഷെഡ്യൂൾ ചെയ്ത ആക്ടിവിറ്റീസ് നടക്കില്ല. സോ ദാറ്റ് വിൽ കോസ്റ്റ് ദ കമ്പനിക്ക് അത് എന്താണ് കോസ്റ്റ് ഡിഫറൻസ് എന്താ വെച്ചാൽ കമ്പനിക്ക് കോസ്റ്റ് ആവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് കറക്റ്റ് ടൈമിൽ വന്നില്ലെങ്കിൽ ആ ഷെഡ്യൂളിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്നില്ലെങ്കിൽ അത്രയും നമുക്ക് ആ ടൈം അവിടെ വേസ്റ്റ് ആയി പോകും, നമ്മുടെ റിസോഴ്സസുകൾ അവിടെ വേസ്റ്റ് ആയി പോകും. അപ്പൊ അത് കമ്പനിക്ക് പല നഷ്ടങ്ങളും ഉണ്ടാക്കും. സോ യു ഹാവ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് അറ്റ് ദ റൈറ്റ് ടൈം ഫ്രം ദ റൈറ്റ് പ്ലേസ് ഫ്രം ദ റൈറ്റ് സ്റ്റോർ. നല്ല ആളുകളിൽ നിന്ന് ബയേഴ്സിൽ നിന്ന് വേണം സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ. സോ ഇതാണ് നമുക്ക് പർച്ചേസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച്
കാര്യങ്ങൾ. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൂടി പറയാം. പർച്ചേസിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സോ ദ ഫസ്റ്റ് വൺ ഈസ് ദി purchase at the lowest possible cost consistent with the quality and service requirements. So I already mentioned about these things in our previous slide. The purchase the lowest possible cost. We have to purchase the different raw materials and other items, technical items with the lowest possible cost. സാധാരണ കേസ് നമ്മൾ എന്താ ചെയ്യുക, ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ കിട്ടണമെങ്കിൽ യു ഹാവ് ടു പ്രൊവൈഡ് സം ടെൻഡർ. ടെൻഡർ നമ്മൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ ടെൻഡർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ലോവസ്റ്റ് കോസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരേ മെറ്റീരിയൽ തന്നെ നമുക്ക് എന്താണ് അധികം ഡിഫറൻസുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടെൻഡറിന് വിളിക്കും. ടെൻഡറിന് വിളിച്ച് അതിന്ന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ കമ്പനിക്ക് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുക. കാരണം എപ്പോഴും ലോവസ്റ്റ് പ്രൈസ് മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാനാണ് നമ്മൾ കമ്പനി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ചെയ്യുന്നതെങ്കിലും അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അതിൽ കൊടുത്തുകൊണ്ടിരിക്കണം. Purchase the lowest possible cost with consistent quality. Then maintain the right quality of purchased material on standard. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അത്ര ക്വാണ്ടിറ്റിയിൽ മെയിൻറ്റെയിൻ ദ റൈറ്റ് ക്വാളിറ്റി എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. മെയിൻറ്റെയിൻ ദ റൈറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നതായിരിക്കണം. ടെക്നിക്കൽ സ്പെക് ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യുന്നതായിരിക്കണം. ദെൻ സ്യൂട്ടബിലിറ്റി ആസ് ഡിറ്റർമൈൻഡ് ബൈ ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ എവിടെയാണോ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. നേരത്തെ ഫസ്റ്റ് സ്ലൈഡ്സിൽ ഞാൻ പറഞ്ഞു, നമ്മളൊരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഫസ്റ്റ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനുശേഷം അവരുടെ ഇന്റന്റ് അനുസരിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റുകാർ ഇന്റന്റ് തരും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. അതിനനുസരിച്ചിട്ട് നമുക്ക് അവർക്ക് മെറ്റീരിയൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി യു ഹാവ് ടു മെയിൻറ്റെയിൻ ദ റൈറ്റ് ക്വാളിറ്റി. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് considering the purchase departments, you have to maintain the right quality of the materials on standards. Then technical specifications, then suitability as determined by the user department. User department നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം, ഇത്ര സ്പെക്കിൽ അല്ലെങ്കിൽ ഇത്ര സ്റ്റാൻഡേർഡിൽ വേണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വേണം അവർക്ക് കൊടുക്കാൻ. യൂസർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ രീതിയിൽ വേണം കൊടുക്കാൻ. അല്ലാതെ അവർ പറഞ്ഞ രീതിയിൽ സ്പെക്ക് പറഞ്ഞിട്ട് അതിനോട് മാച്ച് ചെയ്യാത്ത രീതിയിലുള്ള സ്പെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ആക്സെപ്റ്റ് ആവില്ല, റിജക്ട് ആയി പോകും, കമ്പനിക്ക് അത് നഷ്ടം ഉണ്ടാക്കും. So to keep the or to maintain the right quality and the right technical spec as determined by the user department. User department, according to user department, provide the materials at a right standard and the right spec. Right spec il vena avarku materials kodukkan. To ensure, so the third one is to ensure the minimum possible investment in the service operations related to purchase of materials. നമുക്ക് പർച്ചേസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, കുറെ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ല, കുറെ സ്റ്റെപ്സുകൾ ഉണ്ട് പർച്ചേസിൽ. അപ്പൊ അതിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. ടു എൻഷുർ ദ മിനിമം പോസിബിൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സർവീസ് ഓപ്പറേഷൻസ് റിലേറ്റഡ് ടു ദ പർച്ചേസ്. പർച്ചേസിന് ബന്ധപ്പെട്ട എല്ലാ ഓപ്പറേഷൻസിനും ഉപയോഗിക്കുന്ന കോസ്റ്റ് കുറയ്ക്കുക. ഏതൊക്കെയായിരിക്കാം? ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്പെക്ഷൻ, സ്റ്റോറിംഗ്, റെക്കോർഡ് കീപ്പിംഗ് എക്സെട്ര. നമുക്ക് ഒരു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് വേണ്ട, ചിലപ്പോൾ അവിടെ പോയി മെറ്റീരിയൽസ് കണ്ട് അപ്പൊ അവിടേക്ക് പോകണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകും. പിന്നെ അവിടെ ചെന്ന് അത് ഇൻസ്പെക്ട് ചെയ്യേണ്ട കുറച്ച് ചിലവുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെ കൊടുന്നു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യേണ്ടത്, പിന്നെ റെക്കോർഡ് കീപ്പിംഗ്, അതിനൊക്കെ വേണ്ട കോസ്റ്റ് പരമാവധി എന്ത് ചെയ്യുക, കുറയ്ക്കുക. ലോവസ്റ്റ് പോസിബിൾ ഇൻവെസ്റ്റ്മെന്റ് വേണം ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ. Then fourth one is maintain continuous supply to ensure uninterrupted schedule. നേരത്തെ previous slides already mentioned about this particular thing in the previous slides. This uninterrupted scheduled activities. That means you have to maintain continuous supply at a right quantity. Right quantity യിൽ continuous supply കൊടുത്താൽ മാത്രമേ നമുക്ക് scheduled activities interruption ഇല്ലാണ്ട് നമുക്ക് keep ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വേസ്റ്റ്, ഏത് വേസ്റ്റ് ആയാലും, ടൈം വേസ്റ്റ് ആയാലും റിസോഴ്സ് വേസ്റ്റ് ആയാലും എന്തിനും നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. So maintain continuous supply to ensure the uninterrupted scheduled activities. Then the fifth one is to integrate the requirements of all department of the organization and reduce waste. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഇൻസൈഡ് ഓർഗനൈസേഷനിൽ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെയും റിക്വയർമെന്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കൊടുക്കുക. അത് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കുക എന്നല്ല, ആവശ്യം വേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമായിട്ട് കൊടുക്കുകയല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ കൊടുക്കുക.
പറഞ്ഞാൽ അവർ ഓവർ കുറെ കാര്യങ്ങൾ ക്വാളിറ്റി അല്ലെങ്കിൽ അല്ല കുറെ ക്വാണ്ടിറ്റി പറഞ്ഞാൽ അത്രയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ എത്ര ആവശ്യമുണ്ടെന്ന് ഏകദേശം ഒരു ധാരണയിലെത്തി അതിനനുസരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ എല്ലാ ടു ഇന്റഗ്രേറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്, നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമായി കൊടുക്കില്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കൺസിഡർ ചെയ്തിട്ട് അവർക്ക് എങ്ങനെയെല്ലാം കൊടുക്കും മെറ്റീരിയൽസ് കൊടുക്കാമെന്ന് നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമുക്ക് മെയിൻ ആയിട്ട് റെഡ്യൂസ് ദ വേസ്റ്റ്. കൂടുതൽ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ കൊടുക്കാം. ദെൻ ടു ക്രിയേറ്റ് ദ സിക്സ്ത് വൺ ഈസ് ദി ക്രിയേറ്റ് ഗുഡ് വിൽ ഫോർ ദ ഓർഗനൈസേഷൻ ത്രൂ ഹെൽത്തി ആൻഡ് സപ്ലയർ റിലേഷൻഷിപ്പ്. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു ഗുഡ് വില്ല് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാം ത്രൂ ഹെൽത്തി ബയർ സപ്ലൈ റിലേഷൻഷിപ്പ്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന ആളുടെ ബയർ സപ്ലൈ റിലേഷൻഷിപ്പ് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. നമ്മൾ മേടിക്കുന്ന ആളിൽ നിന്ന് കറക്റ്റ് ആയിട്ട് അവരുടെ ക്വാളിറ്റി എല്ലാം നല്ല രീതിയിലാണോ വരുന്ന രീതിയിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കുക. അപ്പൊ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് സപ്ലൈർ തരികയാണെങ്കിൽ അപ്പൊ നമ്മൾ ബയർക്ക് എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് ബയറും സപ്ലൈറും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുക. റിഗാർഡിങ് ടു കമ്പനിയെ റിഗാർഡ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന മെറ്റീരിയൽ തരുന്ന ആളുകളിൽ നിന്ന് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് ഗുഡ് വിൽ ഫോർ ദ ഓർഗനൈസേഷൻ. അപ്പൊ നമുക്ക് കമ്പനിക്ക് നല്ലൊരു പേര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അവർ നല്ല രീതിയിലുള്ള മേടിച്ചു കഴിഞ്ഞ് നല്ല പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ കമ്പനിയുടെ ഗുഡ് വിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് ലോ മെറ്റീരിയൽ അധികം സ്പെക് ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ മേടിച്ചു കൂട്ടി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, പക്ഷെ അത് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ദ ഗുഡ് വിൽ ഓഫ് ദി കമ്പനി ഓർ ഓർഗനൈസേഷൻ. സോ യു ഹാവ് ടു create goodwill by proper maintaining the healthy supplier buyer relationship. So these are the objectives of the purchase or purchase department. Purchase department നെ പറ്റി പറയുമ്പോൾ ഇതൊക്കെയാണ് അവരുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്. So what are they? To purchase lowest possible cost consistent with quality and service requirements. Maintain the right quality purchase with suitable spec determined by the user department. The third one is to ensure the minimum possible investment in the service operations related to the purchase, like transportation, inspection, storing, etc. Then maintain continuous supply to ensure the uninterrupted scheduled activity. Then integrate with all the requirements of the different departments and organizations. Then create goodwill by maintaining the good relationship between supplier and buyer. So these are the objectives of the purchase. Then first slide we discuss about what is meant by the purchase, then the objectives of the purchase. So next we will move to the buyer involvement while purchasing. So the main topic is the buyer techniques. എങ്ങനെയാണ് ഒരു ബയർ സാധനങ്ങൾ മേടിക്കുന്നത് ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് so prior going to this particular buyer behavior during the purchase, so we will go to the what are the different involvement of the കൺസ്യൂമർ. ഒരു കൺസ്യൂമർ ഡിഫറെന്റ് ഇൻവോൾവ്മെന്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ഏതൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാറുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് ഫേസിൽ നമ്മൾ പഠിക്കേണ്ടത്. സോ നെക്സ്റ്റ് ഫേസിൽ ബിഹേവിയർ പഠിക്കും. ഇതിൽ അവിടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്. അപ്പൊ നമ്മളൊരു ബയർ ഒരു സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഇൻവോൾവ്മെന്റ് നോക്കണം. സോ ദർ ആർ 4 ടൈപ്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്. ബിഹേവിയർ ഇൻ ദ ബേസിസ് ഓഫ് ബയർ ഇൻവോൾവ്മെന്റ്. അതൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബയർ ഇൻവോൾവ്മെന്റ് ആണ്. അവരുടെ ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരാള് നമ്മളൊരു മാർക്കറ്റിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറിൽ നിന്നിട്ട് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഇൻവോൾവ്മെന്റ്, എങ്ങനെയാണ് അവരുടെ ഇൻവോൾവ്മെന്റ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ദർ ആർ 4 ടൈപ്സ് ഓഫ് ഇൻവോൾവ്മെന്റ്. ബിഹേവിയറും 4 ടൈപ്സ് ആണ്, ഇൻവോൾവ്മെന്റും 4 ടൈപ്സ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇൻവോൾവ്മെന്റ് പഠിക്കുന്നതിന് ശേഷം നമ്മൾ അതിന്റെ ഒരു കോമ്പിനേഷൻസ് ആണ് നമ്മുടെ അടുത്ത് ബിഹേവിയറിൽ വരുന്നത്. സോ ബയർ ഇൻവോൾവ്മെന്റ് വൈൽ പർച്ചേസിങ്. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബയറുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ദ ഫസ്റ്റ് വൺ ഈസ് ദി ഹൈ ഇൻവോൾവ്മെന്റ്. ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴുള്ള ഹൈ ഇൻവോൾവ്മെന്റ്. ദ ഹൈ ഇൻവോൾവ്മെന്റ് ഡ്യൂറിംഗ് ദ ബൈങ്. ഇപ്പൊ ഒരു സാധനം മേടിക്കുമ്പോഴുള്ള ഹൈ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്, എപ്പോഴാണ് അത് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ജനറലി ഇൻ കേസ് ഓഫ് എക്സ്പെൻസീവ് ഓർ ലക്ഷൂറിയസ് ഗുഡ്സ്. അപ്പൊ നമ്മൾ വില കൂടിയ സാധനങ്ങൾ അല്ലെങ്കിൽ ലക്ഷൂറിക്കായിട്ട് മേടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സ് മേടിക്കുമ്പോഴായിരിക്കും ഒരു ബയർ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് അവസാനങ്ങൾ മേടിക്കും. നമുക്ക് അറിയുന്നത് തന്നെയാണ്. നമ്മൾ വില കൂടിയ സാധനം നമ്മൾ മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു കടയിൽ ചെന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഇൻവോൾവ്മെന്റ് ആയിരിക്കും, നമ്മൾ വളരെ കീനായിരിക്കും കാര്യങ്ങൾ മേടിക്കുമ്പോൾ. അല്ലെങ്കിൽ ഒരു ശ്രദ്ധയിലാണ്ട് മേടിക്കില്ല, കാരണം വില കൂടിയ സാധനങ്ങളാണ് നമ്മളാണ് പൈസ ചെലവഴിക്കുന്നത്. നമ്മൾ ചെലവഴിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടണം. സോ യു വിൽ ഓൾവേസ്
ഇൻ എ ഹൈ ഇൻവോൾവ്മെന്റ് ഡ്യൂറിങ് ദ പർച്ചേസിങ്. അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഹൈ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. ഇൻ കേസ് ഓഫ് എ ബൈയിങ് എക്സ്പെൻസീവ് ഓർ ലക്ഷറിയസ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈയിങ് ഡയമണ്ട്സ്. നമ്മൾ ഡയമണ്ട്സ് മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വളരെ എന്തായിരിക്കും, വളരെ എന്തായിരിക്കും, ഹൈ ഇൻവോൾവ്മെന്റ് ആയിരിക്കും. കാരണം വില കൂടിയ മെറ്റീരിയൽ സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നത്. അപ്പൊ ഇത് നല്ലതാണോ, അപ്പൊ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചറിയും. ആരുടെ അടുത്തുനിന്ന്? നമ്മൾ ഈ മാർക്കറ്റിന് നടത്തുന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം. അതാണ് ഹൈ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടേ നമ്മൾ മേടിക്കുള്ളൂ. കാരണം മേടിക്കുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ള സാധനമാണ്. സോ ഹൈ ഇൻവോൾവ്മെന്റ് ആയിരിക്കും നമ്മൾ അവിടെ കൊടുക്കുന്നത് ഒരു ബയർ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇൻവോൾവ്മെന്റ്. ലോ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്ര വലിയ ശ്രദ്ധയൊന്നും മേടിക്കണതിൽ കൊടുക്കില്ല. എപ്പോഴാണ് നടക്കുന്നത്? ജനറലി ഇൻ കേസ് ഓഫ് ലോ കോസ്റ്റ് പ്രൊഡക്ട്സ്. അപ്പൊ അധികം പൈസ ഇല്ലാത്ത, അത്രയധികം പൈസ ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ, അങ്ങനെ പിന്നെ നമ്മുടെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. സോ വൈ പർച്ചേസിംഗ് റെഗുലർ ആൻഡ് ലോ കോസ്റ്റ് പ്രൊഡക്ട്സ് വി ആർ ഇൻ എ ലോ ഇൻവോൾവ്മെന്റ് സ്റ്റേജ്. ലോ ഇൻവോൾവ്മെന്റ് സ്റ്റേജിലായിരിക്കും നമ്മൾ ആ സമയത്ത്. അത് നമ്മൾ വന്നു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേന മേടിക്കുക, അല്ലെങ്കിൽ പെൻസിൽ മേടിക്കുക, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് മേടിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പെന്നും ടൂത്ത് പേസ്റ്റ് കാര്യങ്ങളൊക്കെ. നമുക്ക് അറിയാം അതൊക്കെ അത്ര വലിയ ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമൊന്നുമില്ല ഇതിന്. കാരണം അത് കോസ്റ്റ് വളരെ കുറവാണ്. നമുക്കിപ്പോ ഏത് ബ്രാൻഡായാലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, സോ വി ആർ ഇൻ എ ലോ ഇൻവോൾവ്മെന്റ് ഡ്യൂറിങ് പർച്ചേസിങ് ലോ കോസ്റ്റ് പ്രൊഡക്ട്സ് ജനറലി. സോ സെക്കൻഡ് വൺ ഈസ് ദി ലോ ഇൻവോൾവ്മെന്റ്. കുറഞ്ഞ ഇൻവോൾവ്മെന്റ് ആണ് രണ്ടാമത്തെ കേസിൽ പറയുന്നത്. നോട്ട് ഹൈലി ഇൻവോൾവ്ഡ് ഇൻ ഡ്യൂറിങ് പർച്ചേസിങ് ജനറൽ ഇൻ കേസ് ഓഫ് ലോ കോസ്റ്റ് പ്രൊഡക്ട്സ്. പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും മേടിക്കാം. അപ്പൊ നമ്മൾ പേന മേടിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അത്ര വലിയ ശ്രദ്ധയൊന്നും വരുത്തില്ല. നമുക്ക് വില കൂടി പേനയെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു പേന വന്ന് പറഞ്ഞാൽ അത് അവരെടുത്ത് തരാൻ നമ്മൾ മേടിക്കും. അപ്പൊ അത്ര വലിയ ശ്രദ്ധയൊന്നും നമ്മൾ കൊടുക്കില്ല. അതിന്റെ ഓരോ സ്പെക്കോ റെഗുലേഷൻസോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. അതിന്റെ സ്റ്റാൻഡേർഡുകളാണോ, അതിന് ഇത്ര മാർക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ഇത്ര ഇത് കിട്ടിയെന്നുള്ളതൊന്നും നമ്മൾ നോക്കില്ല. പെൻ പറഞ്ഞാൽ ഒരു പെൻ എടുത്ത് നമ്മളത് മേടിച്ചു. അതുപോലെ ടൂത്ത് പേസ്റ്റും ചിലവർ നോക്കും. ജനറലി നമ്മൾ സാധാരണ കേസിൽ നോക്കാറില്ല. നമ്മൾ കിട്ടുന്ന ഒരു ടൂത്ത് പേസ്റ്റ് മേടിച്ച് നമ്മൾ പോകും. ഇതാണ് ലോ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ ലക്ഷറിയസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഹൈ ഇൻവോൾവ്മെന്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലോ ഇൻവോൾവ്മെന്റ്. ഇനി അടുത്ത കേസിലേക്ക് വരുമ്പോൾ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ ബ്രാൻഡ്സ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലത് നോക്കി കഴിഞ്ഞാൽ എന്താണ്, ഓരോ ബ്രാൻഡ് എടുക്കുമ്പോൾ അതിന് ഡിഫറൻസുകൾ കൂടുതലായിരിക്കും. പ്രൈസിലായാലും സ്പെക്കിലായാലും അങ്ങനത്തെ ഡിഫറൻസുകൾ വളരെ കൂടുതലായിരിക്കും. അതാണ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. ഒരു ബ്രാൻഡ് എടുത്ത് നമ്മൾ നോക്കി, ഇനി അടുത്ത ബ്രാൻഡ് എടുത്തു. നമ്മൾ ഓരോ ബ്രാൻഡ് എടുക്കുമ്പോഴും അതിലുണ്ടാകുന്ന സ്പെക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസം, പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അവിടുന്ന് വാറണ്ടിയിൽ അല്ലെങ്കിൽ ഗ്യാരണ്ടിയിൽ തരുന്ന വ്യത്യാസം, ഇതൊക്കെ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ നമ്മൾ ഒരു ടി വി സെലക്ട് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ബ്രാൻഡുകളുണ്ട്. ഡിഫറെന്റ് ബ്രാൻഡുകൾ നമുക്ക് ഡിഫറെന്റ് കോസ്റ്റ് ആയിരിക്കും, ഡിഫറെന്റ് സ്പെക്ക് ആയിരിക്കും, നമ്മൾ ഡിഫറെന്റ് വാറണ്ടി ആയിരിക്കും തരിക. അപ്പൊ അത് അങ്ങനെ ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ് തമ്മിൽ കുറെ ഡിഫറൻസുകൾ ഉണ്ടാവാം. ഇനി അടുത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അടുത്ത ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. ഓരോ ബ്രാൻഡ് നമുക്ക് ഡിഫറെന്റ് മെറ്റീരിയൽസ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അതിന്റെ സ്പെക്കലും കാര്യങ്ങളും. ദർ ആർ വെരി ലിറ്റിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. ബ്രാൻഡ്സ് നമ്മൾ ഓരോ ബ്രാൻഡ് എടുക്കുമ്പോഴും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ബൾബ്. അപ്പൊ ബൾബുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു LED ബൾബ് എടുക്കുകയാണെങ്കിൽ എന്താണ്, ഏകദേശം ഒരേ വിലയായിരിക്കും. അല്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ, ഒരേ കോസ്റ്റ് ആണെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ. ഫിലിപ്സ് ആയാലും അതുപോലെ മറ്റുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള തരുന്ന ബജാജ് ആയാലും അപ്പൊ ഏകദേശം ഒക്കെ പ്രൈസും സ്പെക്കൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ബ്രാൻഡ് തമ്മിൽ, പ്രൊഡക്റ്റിന് തമ്മിൽ. അങ്ങനത്തെ കേസുകൾ ഒരു ഇൻവോൾവ്മെന്റ്. അപ്പൊ അതാണ് 4 ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? അതും ഹൈ ഇൻവോൾവ്മെന്റ് വൈൽ പർച്ചേസിങ് എന്താണ്, ഹൈ കോസ്റ്റ് മെറ്റീരിയൽ ഓർ ലക്ഷറീസ് മെറ്റീരിയൽ. രണ്ടാമത്തെ ലോ ഇൻവോൾവ്മെന്റ് ഡ്യൂറിങ് ബൈയിങ് low cost product or regular product. Third is that there are significant differences between brands. ബ്രാൻഡ്സിൽ തന്നെ വളരെ ഡിഫറൻസുകൾ ഉണ്ടാകും ഓരോ കേസ്. ഫോർത്ത് വൺ ഈസ് ദി ഫ്യൂ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ വലിയ ഡിഫറൻസുകളൊന്നും ഉണ്ടാവില്ല, ബ്രാൻഡുകൾ തമ്മിൽ വലിയ ഡിഫറൻസുകളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഈ 4 കേസാണ് ബയറുടെ ഇൻവോൾവ്മെന്റ്. ഒരു സാധനം മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻവോൾവ്മെന്റ്. ഇതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ബൈയിങ് ടെക്നിക്സ് നമ്മളത് യൂസ് ചെയ്യും. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ വരികയാണ് അടുത്ത 4 ബൈയിങ് ടെക്നിക്സ് നമ്മൾ പഠിക്കുമ്പോൾ. അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് ദി ബയർ ഡ്യൂറിങ് ദ പർച്ചേസ് ഓർ അതർവൈസ് ഈസ് കോൾഡ് ആസ് ബൈയിങ് ടെക്നിക്സ്. അപ്പൊ ഇതാണ് നമ്മൾ 4 കേസ്. ഏതൊക്കെയായിരുന്നു 4 കേസ്? ഹൈ ഇൻവോൾവ്മെന്റ്, ലോ ഇൻവോൾവ്മെന്റ്, സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ് ആൻഡ് ഫ്യൂ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. ഇതാണ് 4 കേസ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിന്റെ ഓരോ കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ അടുത്ത ബൈയിങ് ടെക്നിക്സിൽ. ഓർ ബിഹേവിയർ ഓഫ് ദി ബയർ ഡ്യൂറിങ് പർച്ചേസിങ്. ഒരു പർച്ചേസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും,
ഇതാണ് നമ്മൾ അടുത്ത കേസിൽ നമ്മൾ പഠിക്കുന്നത്. So first one is the consumer buying behavior or buying techniques. So these are heading the consumer buying behavior. So while purchasing a particular product, the behavior of the buyer. So the first one is the complex buying behavior. The first one, complex buying behavior. So I already mentioned all these behavior are the combinations of the previous four different involvement of the buyer. നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഇൻവോൾവ് ബയർ 4 ഇൻവോൾവ്മെന്റിന്റെ കോമ്പിനേഷൻ ആയിരിക്കും ഇവിടെ വരിക. So in case of a complex buying behavior, when a consumer is highly involved in the buying and there is significant difference between brands. അപ്പോൾ ഏതിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത്? ഒന്നിന്റെയും മൂന്നിന്റെയും. ഫസ്റ്റത്തെ കേസിൽ നമ്മൾ ഹൈ ഇൻവോൾവ്മെന്റ് ആൻഡ് മൂന്നാമത്തെ കേസ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ. ഇവിടെ വരെ എങ്ങനെയായിരിക്കും? when consumer is highly involved in the buying. So എവിടെയാണ് നമ്മൾ എപ്പോഴാണ് ഹൈ ഇൻവോൾവ്മെന്റ് വരുന്നത്? while purchasing the high cost material or luxurious products. So here luxurious products with different the significant difference between the brandsൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോസ്റ്റുള്ള പ്രൊഡക്റ്റുകൾ മേടിക്കുമ്പോഴാണ് നമ്മൾ കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ നമ്മൾ സാധാരണ കേസിൽ ഒബ്സർവ് ചെയ്യാറുള്ളത് കൺസ്യൂമറുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ബയറുടെ ഭാഗത്തു നിന്ന്. സോ കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ when consumer is highly involved in the buying and there is significant difference between brands. That means when a consumer buying a luxurious high cost products and so we can observe the significant difference between the brands. In that particular situation, the buyer is complex buying behavior. Then in this particular case, consumer collect proper information about the product features and marketer must provide detailed information regarding the product attributes. So ഈ കേസിൽ എന്താണ്? Consumer always collect all the proper information about the product and the product features and other spec. അപ്പോൾ നമ്മളൊരു ഇങ്ങനത്തെ കേസിൽ നമ്മൾ വില കൂടിയ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രാൻഡുകളിൽ വളരെ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കും. ഇതിന്റെ പ്രൈസിനെ പറ്റിയിട്ടും അതിന്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടും വാറന്റി അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ മാർക്കറ്റർ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ആട്രിബ്യൂട്ടിനെ പറ്റിയുള്ള കറക്റ്റ് ഇൻഫോർമേഷൻസ് ബയർക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടും. അതനുസരിച്ചിട്ട് കൺസ്യൂമർക്ക് അല്ലെങ്കിൽ ബയർക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. കൺസ്യൂമർ കളക്ട് പ്രോപ്പർ ഇൻഫോർമേഷൻസ് അബൌട്ട് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് മാർക്കറ്റർ മസ്റ്റ് പ്രൊവൈഡ് ദ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ. നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് സാധനങ്ങൾ മേടിക്കുമ്പോൾ മാർക്കറ്റർ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനും അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റ് കമ്പനിക്ക് അതൊരു റെപ്യൂട്ടേഷൻ അത് ബാധിക്കും. സോ അതെന്തായാലും മാർക്കറ്റർ കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻ അവർക്ക് കൊടുത്തിരിക്കും ഇത്രയും കോസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈൽ ബൈയിങ് എ കാർ, നമ്മളൊരു കാർ മേടിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കാർ മേടിക്കും ഡിഫറെന്റ് ബ്രാൻഡുകളുണ്ട്. കാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പൊ ഒരു 10 lakhs ഒരു 5 to 10 lakhs വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നല്ല വില കൂടിയ സാധനങ്ങളാണ് നമുക്കറിയാം, കോസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അബൌട്ട് 10 lakhs വരികയാണെങ്കിൽ നമുക്ക് ലക്ഷറിയസ് ആയിരിക്കും വണ്ടികൾ. അപ്പൊ ഏത് കേസിലാണെങ്കിലും ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ മേടിക്കുമ്പോൾ നമുക്ക് എന്താണ് ഓരോ ബ്രാൻഡിലും ഡിഫറെന്റ് വരും. അപ്പൊ ഒരു കമ്പനി പറയുന്ന സ്പെക് ആയിരിക്കില്ല അടുത്ത കമ്പനി പറയാ ആ പ്രൈസ് റേറ്റിൽ വരാം. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ബ്രാൻഡുകൾ ഉണ്ട്, ഡിഫറെന്റ് കോസ്റ്റിൽ നമുക്ക് സാധനങ്ങൾ തരുന്നു കാറുകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബയർ ഈസിന് ഹയർ ഇൻവോൾവ്മെന്റ് ആയിരിക്കും അവിടെ ബയർക്ക് കൊടുക്കുന്നത്. അവർക്ക് നല്ല വില കൂടിയ പ്രൊഡക്റ്റ് ആണ്, പക്ഷേ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. ഓരോ ബ്രാൻഡിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറൻസുകൾ നമുക്ക് വരുന്നുണ്ട്. സോ ആ മേടിക്കുന്ന ആള് അവിടെ വളരെ ശ്രദ്ധാപൂർവ്വമാണ് സാധനങ്ങൾ മേടിക്കുക. അതിന് പറ്റിയിട്ട് എല്ലാ സ്പെക്കും സ്റ്റാൻഡേർഡും വാറന്റി സർവീസ് ഇതൊക്കെ ആള് ചോദിച്ചറിയും. അതിന് ശേഷം മാത്രമേ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മേടിക്കുള്ളൂ ആ ബയർ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുന്നതാണ് വൈൽ ബൈയിങ് എ കാർ കൺസ്യൂമർ ഈസ് ഹൈലി ഇൻവോൾവ്ഡ് ഇൻ ദ പർച്ചേസ് ആൻഡ് ഹാസ് നോളജ് അബൌട്ട് ഡിഫറെന്റ് ബ്രാൻഡ്സ്. അപ്പോൾ ഡിഫറെന്റ് കാറുകൾ ഇപ്പൊ കാറാണെങ്കിൽ കുറെ ഡിഫറെന്റ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന കാറുകൾ അതിന് എന്തൊക്കെയാണ് അതിന്റെ സ്പെക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അതിനെ പറ്റിയിട്ട് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സാധനം മേടിക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ when this particular case arises when the consumer involved by buying high cost or luxurious products. The next one is the variety seeking behavior. വെറൈറ്റി സീക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വെറൈറ്റികൾ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഹ്യൂമൻ ബിഹേവിയറിൽ ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ട് അവര് എന്ത് ചെയ്യും? വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതാണ് വെറൈറ്റി സീക്കിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ.
So when a consumer is not highly involved in the buying and there is a significant difference between brands. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടും മൂന്നിന്റെ കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത്. ഒന്നാമത്തെ ഹൈ ഇൻവോൾവ്മെന്റ്, രണ്ടാമത്തെ ബിഹേവിയർ, രണ്ടാമത്തെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇൻവോൾവ്മെന്റ്, മൂന്നാമത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്, നാലാമത്തെ there is no significant difference between the brand. അതാണ് നാലാമത്തെ. അപ്പൊ ഇതിൽ ഏതാ വരുന്നത്? വെറൈറ്റി സീക്കിംഗ് ബിഹേവിയറിൽ ഏതാ വരുന്നത്? രണ്ടാമത്തെ ഇൻവോൾവ്മെന്റും മൂന്നാമത്തെ ഇൻവോൾവ്മെന്റും. when there is a not highly involved, അപ്പൊ ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരിക്കും. ബട്ട് there is a significant difference between brands. ബ്രാൻഡുകളിൽ വളരെ ഡിഫറൻസുകൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഏത് സമയത്താണ് ഉണ്ടായിരുന്നത്? ആ സമയത്താണ് അത് അറൈസ് ചെയ്യണത്. when the consumer generally buy different products not due to dissatisfaction but due to seek variety. അപ്പൊ നമുക്ക് ഒരേ വലിയ വലിയ എന്താണ് ബ്രാൻഡുകൾ തന്നെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, സ്പെക്കിലേക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് വെറൈറ്റി കാര്യങ്ങൾ മേടിച്ച് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ടെൻഡൻസി മൂലം വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല മേടിക്കുമ്പോൾ, പക്ഷെ ബ്രാൻഡ്സിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പല പല ബ്രാൻഡുകൾ നമ്മൾ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത് ബൈ വാഷിംഗ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. നമുക്ക് നോക്കിയറിയാം കുറെ ബ്രാൻഡുകളുണ്ട് വാഷിംഗ് സോപ്പിലും ഡിറ്റർജന്റ്. അപ്പൊ നമ്മള് ഇതുപോലത്തെ ഡിഫറെന്റ് വാഷിംഗ് സോപ്പ് ആയാലും ഡിറ്റർജന്റ് ആയാലും നമുക്ക് ഡിഫറെന്റ് ബ്രാൻഡുകൾ നമ്മൾ മേടിച്ച് ഉപയോഗിക്കും. നമ്മുടെ വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും ആയിരിക്കില്ല, കാരണം ഇപ്പൊ ഏകദേശം വലിയ പ്രൈസ് ഒന്നും ഉണ്ടാവില്ല ഈ സാധനത്തിന്. പക്ഷെ കുറെ ബ്രാൻഡുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ബ്രാൻഡ് നമുക്ക് മേടിച്ച് ഉപയോഗിച്ച് നോക്കാം ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഏതൊരെണ്ണേക്കാൾ ബെറ്റർ ആണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. Then here the marketer encourage the purchase by offering discounts and free samples. ഈ കേസിൽ എന്താണ് കുറെ ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഓഫറുകൾ കൊടുക്കും, അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾസ് കൊടുക്കും. ഞാൻ കൊടുത്തിട്ട് അവർക്ക് അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ പ്രൊഡക്റ്റ് അവർ മേടിക്കും. So here the marketer encourage the purchase by offering discounts and free samples. So free samples അല്ലെങ്കിൽ ചില ഡിസ്കൗണ്ടുകൾ കൊടുത്ത് അത് അട്രാക്റ്റീവ് ആയിട്ട് ബയേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമറിന് അട്രാക്റ്റീവ് ആക്കി തീർക്കും ചില മാർക്കറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ അവർ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് വിറ്റ് പോകും. ഇത് രണ്ടാമത്തെ ബിഹേവിയർ ആണ് വെറൈറ്റി സീക്കിംഗ് ബിഹേവിയർ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അത് ഡിസാറ്റിസ്ഫാക്ഷൻ മൂലമല്ല, നമുക്ക് വെറൈറ്റി ഉപയോഗിക്കാനുള്ള ടെൻഡൻസി മൂലം നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ബിഹേവിയർ നമ്മൾ എയിം ചെയ്തിട്ടാണ് മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? ഓരോ ഡിഫറെന്റ് ബ്രാൻഡുകൾ ഇറക്കും തോറും ഓരോ ഓഫേഴ്സ് അല്ലെങ്കിൽ അതുപോലെ സാമ്പിൾസ് ഒക്കെ കൊടുത്ത് അവരതിൽ അട്രാക്റ്റീവ് ആക്കുന്നു ബയേഴ്സ്. ഇതാണ് രണ്ടാമത്തെ ബിഹേവിയർ എന്ന് പറയുന്നത്. ആൻഡ് when we come to the third behavior, dissonance buying behavior. ഇവിടെ കേസിൽ എന്താണ്? high involvement but there are few difference between brands. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡുകൾ എന്താണ് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം ഒരേപോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് കൂടുതൽ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇത് പറയുന്നത് ബൈയിങ് ഫ്ലോർ ടൈൽസ് മേടിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കുറച്ച് വിലക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പൊ നമ്മൾ കുറച്ച് ബ്രാൻഡുകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് സാധനങ്ങൾ പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ മേടിക്കും. കുറെ ബ്രാൻഡുകളൊന്നും വലിയ ഡിഫറൻസുകളൊന്നും ഉണ്ടാവില്ല, അപ്പൊ ഏകദേശം ഒരേപോലെയൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു ഡിഫറെന്റ് ബ്രാൻഡുകൾ എടുക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മൾ കോസ്റ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്, നമ്മൾ സാധനങ്ങൾ കുറച്ച് മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്നത് ഡിസോണൻസ് ബൈയിങ് ബിഹേവിയർ. ഈ കേസിൽ എന്താണ് നമ്മൾ ഹൈ ഇൻവോൾവ്ഡ് ആണ് ബട്ട് ദർ ആർ ഫ്യൂ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേന്റെയും നാലാമത്തേന്റെയും കോമ്പിനേഷൻ ആണ് ഇതിന്റെ ബയ്യറുടെ എന്താണ് ഇൻവോൾവ്മെന്റിലുള്ളത്. ബയ്യറുടെ 4 ഇൻവോൾവ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഞാൻ പറഞ്ഞു. അതിനെ പറ്റി റിലേറ്റഡ് അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് ടെക്നിക്സ് ഈസി ആയിട്ട് പഠിക്കാം. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൈലി ഇൻവോൾവ്ഡ് ഇൻ ബട്ട് ദർ ആർ ഫ്യൂ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. ബ്രാൻഡ്സിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഹൈ ഇൻവോൾവ്മെന്റ് ഫ്രം ദ പാർട്ട് ഓഫ് എ ബയർ. ബയറിൽ കൺസ്യൂമർ എന്ന് അവരുടെ ഭാഗത്തു നിന്ന് നല്ല ഹൈ ഇൻവോൾവ്മെന്റ് ആയിരിക്കും, പക്ഷെ ബ്രാൻഡിൽ വലിയ ഡിഫറൻസുകളൊന്നും ഉണ്ടാവില്ല. അതിന് എക്സാമ്പിൾ ആണ് ബൈയിങ് ഫോർ ടൈംസ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ. ലോ ഇൻവോൾവ്മെന്റ് ലോ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി മേടിക്കുന്ന സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുക. വലിയ ഡിഫറൻസുകളൊന്നും ഉണ്ടാവില്ല, വലിയ ഇൻവോൾവ്മെന്റ് അല്ല. അപ്പൊ ലോ കോസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും, വലിയ ലോ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ് ആയിരിക്കും, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ പറയുന്നത് ബൈയിങ് പെൻ, ടൂത്ത് പേസ്റ്റ് ഒക്കെ. ഇപ്പോഴാണ് നമ്മൾ വലിയ ഇൻവോൾവ്മെന്റും ഇല്ല, നമ്മൾ സ്ഥിരമായി മേടിക്കുന്ന സാധനം മേടിക്കും, ബ്രാൻഡുകളൊന്നും നോക്കാറൊന്നുമില്ല. ഇതാണ് നമ്മൾ നാലാമത്തെ ബൈയിങ് ടെക്നിക്സിൽ വരുന്ന ബിഹേവിയർ. നമ്മൾ 4 പഠിച്ചത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ കോമേഴ്സ് ബൈയിങ് ബിഹേവിയർ, അങ്ങനെ ഏതിന്റെ കോമ്പിനേഷൻ ആണ്? ഹൈ ഇൻവോൾവ്മെന്റും ആൻഡ് ദർ ഈസ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. ഈ രണ്ടാമത്തെ കേസിലാണെങ്കിൽ വെറൈറ്റി സീക്കിങ്ങിൽ എന്താണ് വരുന്നത്? നോട്ട് ഹൈ, വെരി മച്ച് ലിറ്റിൽ ഇൻവോൾവ്മെന്റ് ഇൻ കേസ് ഓഫ് ബൈയിങ് ആൻഡ്
സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ് തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരിക്കും. മൂന്നാമത്തെ കേസിൽ പറയുകയാണെങ്കിൽ ഹൈ ഇൻവോൾവ്മെന്റ് ആയിരിക്കും, പക്ഷേ ബ്രാൻഡുകളിൽ തമ്മിൽ ഡിഫറൻസ് വളരെ കുറവായിരിക്കും. നാലാമത്തെ കേസിൽ പറയുകയാണെങ്കിൽ ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ പറയുകയാണെങ്കിൽ ലോ ഇൻവോൾവ്മെന്റ് ആൻഡ് ലോ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. ഇതാണ് നമ്മുടെ ബൈയിങ് ടെക്നിക്സ്. ഇനി സോ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പർച്ചേസ് പ്രൊസീജിയർ നമ്മൾ പഠിക്കും, അതിന്റെ ഡിഫറെന്റ് മെത്തേഡുകൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഈ രണ്ടാമത്തെ യൂണിറ്റിൽ ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആവും. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ എന്താണ് അടുത്തത് പറഞ്ഞാൽ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഇൻവെന്ററി. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പർച്ചേസ്, ഇൻവെന്ററിങ് ആൻഡ് സ്റ്റോർ. അത് നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസിന്റെ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കും. പിന്നെ നമുക്ക് രണ്ട് ടോപ്പിക് കൂടി ഉള്ളത് ഇൻവെന്ററി സ്റ്റോർ. അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ആഴ്ച കൂടി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂൾ ഏകദേശം കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ അറ്റൻഡൻസ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ഞാനത് കോപ്പി ചെയ്തെടുക്കാം. എല്ലാവരും ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനത് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ പങ്കെടുക്കുന്ന എല്ലാവരും നിങ്ങളുടെ അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പർച്ചേസ് പ്രൊസീജിയർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഡിഫറെന്റ് ഇൻവെന്ററി ടെക്നിക്സ് നമുക്ക് പഠിക്കാം. സോ താങ്ക് യു.